Travel Stories. ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് കർണാടക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ ഗൈഡ് മിസ്റ്റർ ആനന്ദ് ഉണ്ട്. ആനന്ദ് നമുക്ക് പറഞ്ഞു തരും ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ വിജയവിഠല ടെമ്പിളിനെ പറ്റിയിട്ടുള്ള ചരിത്രം നമുക്ക് പറഞ്ഞു തരും. ആനന്ദ്, about this Vijayawada temple and its historical importance and strong charity. മാരേജ് ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഗൈഡ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഹംപി വിജയവിഠല ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ പ്രവേശന കവാടം. അതിൻ്റെ മുകളിൽ ഗോപുരത്തിൻ്റെ ഒരു ഭാഗം തകർന്നിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ആ കോമ്പൗണ്ടിനുള്ളിൽ മറ്റ് മണ്ഡപങ്ങളുമുണ്ട്, അയാൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റ് മണ്ഡപങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ വലതുവശത്തായിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു പ്രയർ ഹാളുണ്ട്. നമ്മളങ്ങോട്ട് പോകും. ഇതിന് ശേഷം ഞങ്ങൾ വീണ്ടും മാരേജ് ഹാളിൻ്റെ ഉള്ളിലേക്ക് വന്നു. മാരേജ് ഹാളിൻ്റെ ഉള്ളിൽ അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങൾ കൊണ്ടുള്ള നിറഞ്ഞിട്ടുള്ളൊരു സ്തംഭിപ്പിക്കുന്നൊരവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ. ഗൈഡ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും മാരേജ് ഹാളിൻ്റെ ഉള്ളിലേക്ക് വന്നു. മാരേജ് ഹാളിൻ്റെ ഉള്ളിലത്തെ ശില്പഭംഗി നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും കൊത്തുപണിയുടെ ഒരു അത്ഭുതം തന്നെയാണ് മാരേജ് ഹാൾ. ഇതിൻ്റെ മേൽക്കൂരയിലും ഭംഗിയുള്ള നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട്. ഗൈഡ് നമുക്കതൊക്കെ വിവരിച്ചു തരുന്നുണ്ട്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കർണാടക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് ഉള്ള ഒരു ഗൈഡിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. അരമണിക്കൂറത്തേക്ക് 300 രൂപയാണ് അവരുടെ സർവീസ് ചാർജ്. നമുക്കൊരിക്കലും ഓരോ ശില്പങ്ങൾക്കും ഇവിടെ ഓരോ കഥ പറയാനുണ്ട്. നമുക്കൊരിക്കലും അത് ഒറ്റയ്ക്ക് കണ്ട് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. നമുക്ക് വായിച്ചറിയാനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇതുവരെ നമുക്കൊരു 10-50 ശില്പങ്ങൾ നമുക്ക് വിവരിച്ചു തരും. നല്ല ഭംഗിയുള്ള, ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള വ്യാളിയുടെ സമാനമായിട്ടൊരു ഒരു സ്തൂപാണിത്. ഇനി നമ്മൾ പോകുന്നത് ഡാൻസ് ഹോളിലേക്കാണ്. അവിടെ തകർന്നു കിടക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഡാൻസ് ഹോളിൻ്റെ മേൽക്കൂര തകർന്ന് പൊളിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ശില്പങ്ങളിൽ ചൈനീസ്, പിന്നെ ചൈനീസ്, പോർച്ചുഗീസ്, അറേബ്യൻ, റഷ്യൻ, മംഗോളിയൻ എന്നിവരുടെ ഇത് കാണിച്ചിട്ടുണ്ട്, അവരുടെ രൂപങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വെച്ചാൽ അവർക്കെല്ലാം പുറത്ത് മാർക്കറ്റുണ്ടായിരുന്നു. ഇവിടെ അവരുടെ സിൽക്കും ഡയമണ്ടും നമുക്ക് തരും. നമ്മുടെ അവിടെ സ്പൈസ് അവർക്ക് കൊടുക്കുന്നു. ബാർട്ടർ സമ്പ്രദായം നിലനിൽക്കുന്നു എന്നൊരു തെളിവാണ് ഈ ശില്പങ്ങൾ. ഈ ശില്പങ്ങൾ പറയുന്നത് ഇത് കുതിരയുടെ, ഈ കാണുന്നത് കുതിരയുടെ വാ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ പല്ലെണ്ണീട്ട് അതിൻ്റെ വയസ്സ് അറിയുമായിരുന്നു കുതിര വാങ്ങിക്കുന്നത്. അങ്ങനെ അതിനെ പറ്റി പറയുന്ന ശില്പങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഹോള് കാണാം ഇതിൽ. അപ്പോൾ കൃഷ്ണകാരയുടെ പത്നി ചിന്നമദേവി ഡാൻസ് കളിക്കുന്ന മേളിലൊരു ഹുക്ക് കാണാം. ആ ഹുക്കും താഴത്ത് കാണുന്ന ഈ ഹോളും തമ്മിൽ ഒരു കർട്ടൻ കൊണ്ട് ബന്ധിപ്പിക്കായിരുന്നു, ആരും കാണാതിരിക്കുന്നതിന് വേണ്ടി. അതാണ് പുള്ളി പറഞ്ഞത്. ആ കാണുന്ന ചെറിയ ഹോളുകൾ തുളസി മാല അങ്ങനെയുള്ള ഹാരങ്ങൾ കൊണ്ട് അമ്പലം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹോളുകളാണ്. इधर करेगा फादर? नहीं, यहाँ पे जो दसरे का टाइम है कल्चर प्रोग्राम होते थे. हाँ, ദാണ്ഡിയ എന്ന് പറയുന്നത് കോലാട്ടം എന്നും പറയും മലയാളത്തിൽ. ഇത് അതിൻ്റെ ചിത്രങ്ങളെ കാണിച്ചിരിക്കുന്നത്. സ്ത്രീകളിങ്ങനെ കോലുകൾ ഒന്നും മുട്ടിക്കുന്നില്ല, ദാണ്ഡി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ദസറ ടൈമിൽ ചെയ്തിരുന്ന സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ. കോളിയുടെ ഒരു ശില്പ രൂപങ്ങളുടെ ആവിഷ്കാരമാണ്. ഒരു പാത്രത്തിൽ കളർ വെള്ളം നിറച്ചിട്ട് അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതുകൊണ്ട് മുഖത്തേക്ക് നിർത്തുന്നത് കാണിച്ചിട്ടുള്ള ഒരു ശില്പങ്ങളാണ്. ബാങ്കിൽ പലതരത്തിലുള്ള വളകളെ സൂചിപ്പിക്കുന്ന ഒരു ശില്പ ഇതാണ്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നു കാണിക്കുന്നതിൻ്റെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നത് കാണിക്കുന്നത്. ചേരാതുകൾ വെക്കുന്നതിന് ദീപങ്ങൾ വെക്കുന്നതിൻ്റെ ശില്പം അത്ര വ്യക്തമല്ല. ഇത് അരയന്നതിൻ്റെ ശില്പമാണ്. അരയന്നങ്ങളുടെ ഒരു ശില്പമാണ്. ഇതൊരു 6 തരം രൂപങ്ങളുള്ള ശില്പങ്ങളുടെ ഒരു സമ്മേളനമാണിത്. എന്നു വെച്ചാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തവള വേറൊരു തവളയെ പിടിക്കുന്ന പോലെയുള്ള ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്പത്തിൻ്റെ, ഒരു കോബ്രയുടെ താഴെ ശിവലിംഗം നിൽക്കുന്ന പോലുള്ള രൂപം രണ്ടാമത്തെ വരുന്നത്. ഇനി മൂന്നാമത്തെ വരുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കുരങ്ങൻ, അതിൻ്റെ ചെറിയ കുരങ്ങനെ വെള്ളത്തിന് എടുത്ത് ഉയർത്തുന്നതായിട്ടുള്ള ചിത്രം വരുന്നത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുരങ്ങൻ ഒരു ചെറിയ കുരങ്ങനെ ഫീഡ് ചെയ്യുന്ന പോലത്തെ, അതിന് ഭക്ഷണം കൊടുക്കുന്ന പോലത്തെ രംഗമാണ് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹനുമാൻ പറക്കുന്ന പോലെയുള്ളൊരു
രൂപമാണ് വരുന്നത്. ഇങ്ങനെ പിടിച്ചാൽ അതൊരു പാമ്പിൻ്റെ രൂപമായിട്ട് വരും. ഇങ്ങനെ പിടിച്ചാൽ അതിൻ്റെ ഒരു പാമ്പിൻ്റെ രൂപമായിട്ട് വരും. അങ്ങനെ 6 തരം രൂപങ്ങളുടെ കൂടിയിട്ടൊരു സമ്മേളനമാണ് ഈ ചിത്രം. ഇത്രയും ഭാഗം ഈ മൊത്തം ക്ഷേത്രത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണെന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നത് ഇവിടെ റിപ്പീറ്റഡ് ആണല്ലോ, ഇവിടെ റിപ്പീറ്റഡാണ് ദീപം വയ്ക്കുന്നത്. ഇത് ബാംഗിൾസ് ആണ്, ഈ കാണുന്ന ബാംഗിൾസ്. ഇത് ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഫൗണ്ടേഷനാണിത്. ഇത് കാണുന്ന പില്ലേഴ്സാണ്, പില്ലേഴ്സ് ഇവിടെ കാണാം. പിന്നെ ഇത് പറഞ്ഞത് ഇതിൻ്റെ റൂഫ് സീലിംഗ് ആണ്. ഇത് കലശ അല്ലേ, അതിൻ്റെ മുകളിലുള്ള ഗോപുരത്തിൻ്റെ കലശങ്ങളായി കാണുന്നു. അങ്ങനെ ഈ മന്ദിരത്തിലുള്ള എല്ലാത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ കാണിച്ചത്. എന്ന് വെച്ചാൽ ഇതൊരു ഇങ്ങനെ പിടിച്ചാൽ ഒരു സിംഹത്തിൻ്റെ മുഖമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഹോഴ്സ് ജമ്പ് ചെയ്യുന്ന പോലെയുള്ള കാണാൻ പറ്റും. ഒരു ഹോഴ്സ് ജമ്പ് ചെയ്യുന്ന രൂപമാണ് കാണുന്നത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു സിംഹത്തിൻ്റെ തലയായിട്ടാണ് കാണുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള പല ശില്പങ്ങൾ കാണാൻ വേണ്ടി പറ്റും. വിജയ വിഠാൽ ടെമ്പിളിലുള്ള പ്രെയർ ഹാളെന്ന് കാണാം. ഇതാണ് പ്രെയർ ഹാളിൻ്റെ എൻട്രൻസ്. ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഹോൾ തന്നെയുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് വിഗ്രഹങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഒരു മണ്ഡപം പോലെ തന്നെയുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഏകാഗ്രമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും അത്. ഇവിടെ നിരവധി നല്ല ഭംഗിയുള്ള തൂണുകൾ കൊണ്ട് അലങ്കൃതമാണ് ഈ പ്രാർത്ഥനാ ഹാൾ. നമുക്ക് ആ തൂണുകളുടെ ഭംഗി ഒന്ന് ആസ്വദിക്കാം. പ്രെയർ ഹാളിൽ നിന്നാണ്. പ്രെയർ ഹാളിൻ്റെ നേരെ മുമ്പിലാണ് ഈ വരുന്ന സ്റ്റോൺ ചാരിറ്റ് വരുന്നത്. സ്റ്റോൺ ചാരിറ്റിന് അഭിമുഖമായിട്ടാണ് മെയിൻ അമ്പലവും റാണി സിനിമ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു മ്യൂസിക്കൽ ഹാളും വരുന്നത് അവിടെയാണ്. പ്രയർ ഹാളിന് സമീപത്തുള്ള ഭംഗിയുള്ള ഒരു ആഞ്ജനേയ സ്വാമിയുടെ ഒരു മണ്ഡപമാണിത്. ഇതും കൂടി കണ്ട് ഞങ്ങൾ വിട്ടാല ക്ഷേത്രത്തിലെ ഞങ്ങളുടെ സന്ദർശനം പൂർത്തിയാക്കിയാണ്. ഞങ്ങൾ ഹംപി കണ്ട് ആത്മനിർവൃതിയോടെ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ മടക്കയാത്ര. എല്ലാവർക്കും ഈ ചൂടൊക്കെ സഹിച്ചിട്ട് വരാൻ കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം കവർ ചെയ്യാൻ കഴിഞ്ഞാലൊക്കെ സന്തോഷമുണ്ട് എല്ലാവർക്കും. എന്നാലും കുറച്ച് ടയർഡായിരുന്നു. ഞങ്ങളപ്പോൾ ഇനി ബാറ്ററി സൈക്കിളിൽ തിരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഹംപിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും 13 കിലോമീറ്റർ അടുത്തുള്ള ഹൊസ്പേട്ടയിൽ വന്ന് താമസിക്കണം. അവിടെ എല്ലാം റെയിൽവേ ബസ്സൊക്കെ വെൽ കണക്റ്റഡാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.